ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ്. 2026 ജൂലൈ മാസം 17-ാം തീയതി അല്ലേ? ഈ 2026 ജൂലൈ മാസം 17-ാം തീയതി എന്ന് പറയുമ്പോൾ ബൈബിൾ പ്രകാരം ഒരു വാക്യമുണ്ട്. ആ വാക്യം എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ആരെങ്കിലും വായിക്കാമോ? 7-ാം മാസം 17-ാം തീയതി ഇന്നാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? അറാറത്ത് പർവ്വതത്തിനകത്ത് ആ പെട്ടകം ഉറച്ച ദിവസം ഇന്നാണ്. ഇതുവരെ ഉറയ്ക്കാതെ ഇരുന്ന പലരും ഉറയ്ക്കാൻ പോവുകയാണ്. നിന്റെ ബിസിനസിനകത്ത് നീ ഉറയ്ക്കാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് നീ ഉറയ്ക്കാൻ പോവുകയാണ്. നിന്റെ തലമുറയുടെ വിഷയത്തിന് നീ ഭാരപ്പെട്ടെങ്കിൽ നീ ഉറയ്ക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിന്നെ കണ്ടവര് പറഞ്ഞു, കിഴക്ക് നിന്നൊരു കാറ്റടിക്കുമ്പോൾ നീ പടിഞ്ഞാറോട്ട് പോയിക്കൊണ്ടിരുന്നു, വടക്ക് നിന്നൊരു കാറ്റടിക്കുമ്പോൾ നീ തെക്കോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇവനെ കണ്ടവർ പലരും പറഞ്ഞു, ഇവന് ഉലച്ചിലാണ്, ഈ കുടുംബത്തിന് എന്നും ഉലച്ചിലാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്നു മുതൽ പറയുകയാണ്, നിന്റെ ഉലച്ചിൽ അവസാനിച്ചു. ഈ അറാറത്ത് പർവ്വതത്തിനകത്ത് ഈ പെട്ടകം ഉറച്ചതുപോലെ നീ ഇന്ന് ഉറയ്ക്കാൻ പോവാ. നിന്റെ ഉലച്ചിൽ നിന്ന് മാറ്റം വരുത്താൻ പോവാ. ഇതുവരെ നിന്നെ കളിയാക്കി പരിഹസിച്ചു പലരുടെയും മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നീ പരിഹാസ വിഷയമായെങ്കിൽ നിന്നെയോർത്ത് പരിഹസിച്ചവർക്ക് മുമ്പിൽ എനിക്കൊരു ദൂത് കൈമാറാനുണ്ട്. നീ ആള് മാറാൻ പോകുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്റെ ഉലച്ചിൽ മാറി, എന്നെ കളിയാക്കിയവരുടെയും പരിഹസിച്ചവരുടെയും മുൻപിൽ എന്റെ ഉലച്ചിൽ മാറി ഞാൻ ഉറയ്ക്കുന്നു. ഒരു ആമേൻ പറയാമോ? നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത്, സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ. ഒക്ടോബർ മാസം 2-ാം തീയതി പ്രത്യേകം എന്തായിരുന്നു? ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞാൽ ഗാന്ധി ജനിച്ചത് എത്രാം തീയതി ആയിരുന്നു? മഹാത്മാഗാന്ധി ജനിച്ചത്, ശ്രദ്ധിക്കുക, മഹാത്മാഗാന്ധി ജനിച്ചത് ഒക്ടോബർ 2-നല്ല, 1869-ലല്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലേ? നമ്മൾ പഠിച്ചിരിക്കുന്നത്, സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധി ജനിച്ചത് ഒക്ടോബർ 2-നാണ്, 1869-ലാണ്. ഞാൻ ഇന്ന് തിരുത്തുകയാണ്. മഹാത്മാഗാന്ധി ജനിച്ചത് 1869-ലല്ല, ഒക്ടോബർ 2-നുമല്ല. മഹാത്മാഗാന്ധി ജനിച്ചത് 24 വർഷം, അതായത് 1869-ന് ശേഷം 24 വർഷത്തിന് ശേഷം സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു കറുത്ത വർഗക്കാരനായ എന്ന് പറഞ്ഞ് ഒരു പെട്ടിയുമായി താൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ട്രെയിനിലോട്ട് കയറി, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിലോട്ട് കയറിയപ്പോൾ ഒരു വെളുത്ത വർഗക്കാരൻ തന്നെ ഇടതുകാലം കൊണ്ട് ചവിട്ടി പുറത്താക്കി. നീ കറുത്തവനാണ്, നീ ഇതിനകത്ത് കയറരുത് എന്ന് പറഞ്ഞ് കളിയാക്കി ചവിട്ടി, ഇടതുകാലം ചവിട്ടി മെതിച്ച് അവനെ റെയിൽവേ ട്രാക്കിന്റെ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ എടുത്തു എറിഞ്ഞു. ആ എറിഞ്ഞപ്പോൾ തന്നെ കളറ് കൊണ്ട്, അതായത് കളറ് കൊണ്ട് വിവേചിച്ചെന്ന് അറിഞ്ഞിട്ട് അന്ന് മുതൽ പൊരുതുവാൻ തുടങ്ങി. എതിരെന്നറിയാമോ? പ്രതിഷേധിക്കാൻ തുടങ്ങി. അന്ന് മുതലാണ് രാംദാസ് കരംചന്ദ് ഗാന്ധിയെ പേര് മാറ്റി മഹാത്മാഗാന്ധി. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് പറയാനുണ്ട്. മച്ചിയായ സാറായെ അനേകം ജാതികളുടെ മാതാവ് എന്ന് പറഞ്ഞ പോലെ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന പേര് മാറാൻ പോവുക. ഇതിനെ മച്ചി എന്ന് നോക്കി വിളിച്ചവർ ഇന്നു മുതൽ പേര് മാറാൻ പോകും. ഞാൻ വിശ്വസിക്കുന്നു, ഈ ജൂലൈ മാസം 17-ാം തീയതി നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോവാ. നിന്നെ കളിയാക്കി പരിഹസിച്ച് നിന്നെ വിലാപത്തിന്റെ കുടുംബമെന്നും പരിഹാസത്തിന്റെ കുടുംബമെന്നും കളിയാക്കിയെങ്കിൽ എനിക്കൊരു ദൂത് കൈമാറാനുണ്ട്. നിന്റെ പ്രാർത്ഥന അവിടെ എത്തി. ദൈവം സ്വർഗം ചായച്ച പ്രാർത്ഥന കേട്ടു. ദൈവം സ്വർഗം ചായച്ച് നിനക്ക് വേണ്ടി ഇറങ്ങി നിന്നെ പിടിച്ചിരിക്കുന്ന ദിവസമാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്റെ കർത്താവ് എന്റെ വിഷയത്തിന്മേൽ ഇടപെടാൻ തുടങ്ങി. ആഗ്രഹിക്കുന്ന രാമൻ പറ. ഇന്നലെ രാത്രി വരെ 7-ാം മാസം 16-ാം തീയതി വരെ ഈ പെട്ടകത്തിനകത്ത് രാത്രിയും പകലുമില്ലാതെ ഉലച്ചിലായിരുന്നു. തലമുറകൾ നോഹയുടെ പെട്ടകത്തിനകത്ത് മക്കളും ഭാര്യയും പറയും, എന്നാ ഈ ഉലച്ചിൽ അവസാനിക്കുന്നത്? നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പെട്ടകത്തിനകത്ത് കയറിയേ, നിങ്ങൾ പറഞ്ഞിട്ട് ഈ പിള്ളേരെയും പിടിച്ചു കയറിയേ, എന്റെ തലമുറകളും ഞാനും ഇല്ലാതെയായി പോകുമോ? ഈ വിശ്വാസം എന്നാണ് അവസാനിക്കുക? ഇതിനൊരു അന്ത്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന് പറയുന്നു, 17-ാം തീയതി ഇന്ന്, ടുഡേ ഈസ് ദ ഡേ. എത്രവർക്ക് ആഗ്രഹമുണ്ട്? എന്റെ വിശുദ്ധികൾ സ്വർഗം അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്ന പേര് മാറാൻ പോകുന്നു. മച്ചിയായ സാറായെ പേര് മാറ്റിയതുപോലെ അനേകരുടെ മാതാവ് എന്ന് വിളിച്ച, അനേകം ജാതികളുടെ മാതാവ് എന്ന് വിളിച്ച പോലെ നിന്റെ പേര് മാറാൻ പോവാ. വിശ്വസിക്കുന്ന രാമൻ പറ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, ഇന്ന് എന്റെ ദിവസം എന്ന് പറ. അടുത്തിരിക്കുന്ന ആള് പറ.